ഒരു ഡിവൈഎഫ്ഐ സഖാവിന് ഈ രാജ്യത്ത് വളരാൻ കഴിയുന്നതിൽ ഏറ്റവും ഉയർന്ന പൊസിഷനാണ് ആ സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. ആ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയായി പ്രവർത്തിച്ച, വർഷങ്ങൾ പ്രവർത്തിച്ച, വിവിധ സംസ്ഥാനങ്ങളിൽ ഡിവൈഎഫ്ഐ സംഘടന രൂപീകരിക്കാൻ ഹിന്ദി ഹൃദയഭൂമിയിലെല്ലാം പോയി നിരവധി ത്യാഗം സഹിച്ച സഖാവാണ് മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസിനെ MLA ആക്കുന്നതും അദ്ദേഹം മന്ത്രിയായി മാറുന്നതുമെല്ലാം ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന രൂപത്തിൽ യുവജന പ്രസ്ഥാനത്തിന് കിട്ടിയ അംഗീകാരം കൂടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധുത്വം വച്ചുകൊണ്ടല്ല അദ്ദേഹത്തിന് പരിഗണന കിട്ടിയത്. തനിക്ക് കിട്ടിയ വകുപ്പ് അത് സാംസ്കാരിക വകുപ്പായാലും ഇപ്പൊ ലോകത്ത് കണ്ടിരിക്കേണ്ട ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ കേരളം ഉൾപ്പെടുന്നു. കേരളത്തിന്റെ ടൂറിസം പ്ലേസുകൾ ഉൾപ്പെടുന്നു. ടൂറിസം രംഗത്തുണ്ടായിട്ടുള്ള മാറ്റവും PWD രംഗത്ത് വന്ന വിപ്ലവകരമായ മാറ്റങ്ങളും എല്ലാം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന, ഏറ്റവും എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി തന്നെയാണ്. ആ മന്ത്രിയെ അപമാനിക്കുക, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, നിരന്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ബലൂൺ പൊട്ടുന്നത് പോലെ പൊളിഞ്ഞു പോയപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം ഉന്നയിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. കൃത്യമായി ജനങ്ങൾ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ ശരിക്കും അത് പിൻവലിച്ച് നാണം കെട്ട് ഓടി രക്ഷപ്പെടേണ്ടി വരുന്ന സാഹചര്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല.